ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു അടിപൊളി ആക്ഷൻ ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2017 സൗത്ത് കൊറിയയിൽ റിലീസ് ചെയ്ത ദ പ്രിസൺ. സാധാരണ ജയിൽ എസ്കേപ്പിംഗ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്നാൽ ഇതൊരു വ്യത്യസ്തമായ കഥയാണ്. ഒരു ബഡാ ഗ്യാങ്സ്റ്റർ ഭരിക്കുന്ന ജയിലിലേക്ക് ചെറിയ കൈക്കൂലി വാങ്ങിയ കുറ്റത്തിന് നമ്മുടെ ഹീറോ എത്തിപ്പെടാണ്. അവിടെ നിന്ന് ഒരുപാട് സംഭവ ബഹുലതകളുടെ ചുരുളഴിയുന്നു. വളരെ രസകരമായിട്ടുള്ള മൂവിയാണ്. അടിപ്പടാന്ന് പറഞ്ഞാൽ ആരും ഓടിപ്പോണ്ട, നല്ല ത്രില്ലറായിട്ടുള്ള ഒരു മൂവിയാണ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ സൗത്ത് കൊറിയയിലെ വലിയൊരു ബിസിനസ്സുകാരൻ അയാളെ കമ്പനിയിൽ ED റൈഡ് പോയിട്ട് കുറേ ടാക്സ് പറ്റിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവും. സോ ഇയാള് ഗവൺമെന്റിനെ അറിയാതെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ടിക്കറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഇയാളെ വീട്ടിലേക്ക് 4-5 മുഖം മൂടി കൊള്ളക്കാർ കയറി വരുന്നു. അവര് ചോദിക്കുകയും പറയുന്നൊന്നുമില്ല. നേരെ ഈ പണക്കാരനെ പിടിച്ച് അയാളുടെ കൈകളിലേക്ക് ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് ടേബിളിൽ ഇയാൾ കുറേ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ അടയാളങ്ങളായി മയക്കുമരുന്ന് നിരത്തിയിടുന്നു. ഈ ഇഞ്ചക്ഷൻ കുത്തിയത് കൊണ്ട് തന്നെ ആള് മർഡർ ഹോകയാ. ഇനിയിപ്പോൾ ഇവർ തിരിച്ചു പോയാൽ മതി, പണി കഴിഞ്ഞ് പോവാണ്. എന്നാൽ ഇവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ചേച്ചി അവിടെ ബെഡ്റൂമിലുണ്ടായിരുന്നു. ചെറിയ മജാജ് സർവീസിന് വേണ്ടി വന്നായിരുന്നു ആ ചേച്ചി. ഈ പെണ്ണുള്ള കാര്യം കൊലപാതകികൾക്ക് അറിയില്ല. അവരെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ വേറെന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് സാക്ഷികൾ ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് പെണ്ണിനെയും തീർക്കാന്ന് പറഞ്ഞ് ഇവർ ആ പെണ്ണിനെയും കൊന്നുകളയുന്നു. എന്നിട്ട് ഈ കില്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെ വണ്ടി കൊണ്ടുപോയി ഒരു ഭാഗത്ത് മറച്ചു വെച്ച് ജയിൽ തടവുകാരുടെ വസ്ത്രം യൂണിഫോമും ധരിച്ച് ജയിലിനകത്തേക്ക് ചെല്ലും. അങ്ങനെയാണെങ്കിൽ ജയിൽ പുള്ളികളാണ് ആരും അറിയാതെ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. പിറ്റേന്ന് പോലീസുകാർ ബിസിനസ്സുകാരന്റെ വീട്ടിലേക്ക് വരുന്നു. മരണം ഡ്രഗിന്റെ ഓവർഡോസ് ആണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് എഴുതും. ഒപ്പം ആ പെണ്ണുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു കേസ് അവിടെ തീരാണ്. കട്ട് ചെയ്താൽ ഈ കൊലപാതകികൾ താമസിക്കുന്ന ആ വമ്പൻ ജയിലിലേക്ക് പുതിയ തടവുകാരെ കൊണ്ട് പോലീസുകാർ പോവാം. അതിലൊരാള് വളരെ കെയർലെസ് ആറ്റിറ്റ്യൂഡായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ നായകൻ. പുതിയ തടവുകാരെ ഓരോരുത്തരെയായി പോലീസുകാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പഴയ തടവുകാരെ ഫ്രഷേഴ്സിനെ കാണാൻ വേണ്ടി മുന്നിൽ തന്നെ കാത്തിരിപ്പുണ്ടാവും. അതിൽ ഓരോ തടവുകാരെയും ഓരോ കളറ് കൊടുത്ത് തരംതിരിച്ചിട്ടുണ്ട്. ഹീറോയുടെ ബാഡ്ജ് മഞ്ഞയാണ്. മഞ്ഞ കാണുമ്പോൾ ഒരു മുട്ടപ്പയ്യൻ പറയും, എന്റെ പൊന്നേ, അവന് മഞ്ഞ ബാഡ്ജാ, അവൻ തൂക്കുമരത്തിൽ പോവാനുള്ളവനായിരിക്കും. അത് കേൾക്കുമ്പോൾ മൂത്ത തടവുകാരൻ പറയും, എടാ മണ്ട, തൂക്കുമരത്തിൽ പോവാനുള്ള ആൾക്ക് ചുവന്ന ബാഡ്ജാ, മഞ്ഞ ബാഡ്ജ് ഡേഞ്ചർ ആയിട്ടുള്ള തടവുകാർക്ക് കൊടുക്കുന്ന. ഇവൻ ഇത്തിരി ആള് പെശകായിരിക്കണം, അതുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഹീറോ അങ്ങനെ പഴയ തടവുകാരെ കടന്നു പോകുന്ന സമയം ഒരുത്തൻ ഹീറോയെ ഒന്ന് ചൊറിയാൻ നോക്കുന്നുണ്ട്. എന്താടാ തുറിച്ചു നോക്കണേ, തല താഴ്ത്തിയിട്ട് പോടാന്ന് പറഞ്ഞ് അവൻ ഹീറോയെ മിരട്ടുമ്പോൾ ഹീറോ അവന്റെ മുഖത്തേക്ക് തുപ്പുന്നു. അവരെ നാട്ടിലും ഈ തുപ്പുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു തുപ്പുന്നതും മുണ്ടുവെക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ തുപ്പൽ കൊണ്ടവൻ ദേഷ്യം വന്ന് ഹീറോയെ തല്ലാൻ വരുമ്പോൾ ഹീറോയും തിരിച്ചു തല്ലാൻ ശ്രമിക്കുന്നു. പോലീസുകാരെല്ലാം രണ്ടുപേരെയും പിരിച്ചെടുത്ത് അടക്കി കൊണ്ടുപോവാ. സോ ഹീറോ ഒരു പ്രശ്നക്കാരനാണെന്നുള്ളത് അപ്പം തന്നെ ബാക്കിയുള്ള തടവുകാർക്ക് മനസ്സിലായി. ഒരു കുഴപ്പം പിടിച്ചവൻ വന്നിട്ടുണ്ടല്ലോടാ എന്ന് തടവുകാരിലൊരു ചെറിയ റൗഡി പറയുന്നുണ്ടാവും. അങ്ങനെ പോലീസുകാർ ഓരോരുത്തരെയും കൊണ്ടുപോയി ഓരോ മുറിയിലായി മറ്റ് തടവുകാർക്കൊപ്പം ഇടുന്നു. ഇതിൽ ഹീറോയെ കൊണ്ടുപോയി ഇടുന്ന മുറിയിലൊരു 4-5 തടവുകാരുണ്ട്. അവർ ഹീറോയെ പിടിച്ച് പൊതിരെ തല്ലി തല കീഴെ കുത്തനെ നിർത്തിയിരിക്കുക. ഹീറോ ഒറ്റൊരാളല്ലേ ഉള്ളൂ, എല്ലാവരും എതിർക്കാൻ കഴിയുന്നില്ല. ഈ 4-5 പേർക്കും ഒരു തലവനുണ്ട്. അവനാണ് ഹീറോയെ പൊതിരെ തല്ലാൻ പറഞ്ഞിരിക്കുന്നത്. മതി നിർത്ത്, രാത്രി അവനിട്ട് പൊട്ടിക്കണം, അവനെ കൊണ്ടുപോയി കക്കൂസി കിടത്തെന്ന് പറയും ആ ചെറിയ വില്ലൻ. അങ്ങനെ ഹീറോയെ കൊണ്ടുപോയി കക്കൂസിന്റെ വാതിലിൽ കിടത്താണ്. എന്നിട്ട് രാത്രി ആവുമ്പോൾ ഈ ചെറിയ വില്ലനെ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അവൻ ഹീറോയുടെ മുഖത്തിന് മുകളിലായിരിക്കും മൂത്രമൊഴിക്കുന്നത്. കുറച്ച് ഹീറോയ്ക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ, നീ ജയിലിൽ ഇട്ടവന്റെ കൂടെ തന്നെ നിനക്ക് കിടക്കാൻ പറ്റുമെന്ന്, അനുഭവിച്ചോടാന്ന്. സോ ഒരു കാലത്ത് ഹീറോ ജയിലിൽ പിടിച്ചിട്ട റൗഡിയാണ് ഇപ്പൊ ഹീറോനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹീറോ ഒരു പോലീസായിരുന്നു. ഇപ്പൊ യൂറിനൊക്കെ മുഖത്തുകൊണ്ട് ഹീറോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വില്ലൻ അടുത്ത് വിളിക്കും. എന്നിട്ട് അവന്റെ ചെവി കടിച്ച് പറിച്ചെടുക്കുക. വലിയ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പോലീസുകാർ ഓടി വരുമ്പോൾ ഹീറോ ട്യൂബ് ലൈറ്റ് പൊട്ടിച്ച് ഞാൻ ഇവനെ കൊന്നുകളയും, ഇപ്പം തന്നെ എനിക്ക് വാർഡനെ കാണണമെന്ന് പറയും. വാർഡനെ കാണിച്ചില്ലെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയും. അപ്പോൾ ആ വില്ലൻ പേടിച്ച് ദയവേത് വാർഡനെ കൊണ്ടുപോടാൻ പ്രാന്തന, ദയവേത് വിളിച്ചോണ്ടോ അല്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ അടുത്ത സീനിൽ ഹീറോ വാർഡന്റെ മുറിയിലായിരിക്കും. കുറച്ചധികം അഹങ്കാരം കൂടുതലുള്ള ആളാണ് നമ്മുടെ ചെക്കൻ. വാർഡൻ വളരെ കൂളായി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ താൻ ഒരുപാട് ഓവറാവൊന്നും വേണ്ട, ഒരു കാലത്ത് ഞാനും പോലീസായിരുന്നു,
എന്നെ ഇങ്ങനെ വൃത്തികെട്ട ആൾക്കാരുടെ കൂടെ കൊണ്ടുപോയി ഇടരുത്. അവന്മാരെന്തെങ്കിലും ചെയ്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? നിങ്ങൾ ജയിലിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ തനിച്ച് മറ്റൊരു സെല്ലിലേക്ക് ഇടൂ, ഞാൻ അവിടെ മിണ്ടാതിരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് ആ വാർഡനെ ചീത്ത പറയുമ്പോൾ വാർഡൻ ഒരു പോലീസുകാരനെ വിളിച്ച് ഹീറോയെ മറ്റൊരു സെല്ലിലേക്ക് പറഞ്ഞു വിടുന്നു. ഹീറോയാണെങ്കിൽ ആ വിളിച്ചുകൊണ്ട് പോണ പോലീസുകാരനോട് പറയും, പഴയ ജയിലിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ കാരണം പല തടവുകാരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവിടുത്തെ ഒരു ഓഫീസറെ വരെ സ്ഥലം മാറ്റി, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് എന്നും പറഞ്ഞ് ഹീറോ വലിയ സീനൊക്കെ കാണിച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോണ്ടാവും പോലീസുകാരൻ ഒരു 5-6 തടവുകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇതെന്താടാ, ജയിലോ റൗഡികളുടെ ചേരിയോ? എന്നെ പിടിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോ തലങ്ങനെയും വിലങ്ങനെയും ഓടുക. എന്നാൽ ആ തടവുകാർ ഹീറോയെ പിടിച്ച് മൊത്തി അടിച്ച് ഇവരെ വർക്കിംഗ് ഷെഡിലേക്ക് കൊണ്ടുവന്നിടും. അവിടെ ഒരു പ്രത്യേക റൗഡി ഇരിപ്പുണ്ട്. അയാളാണ് ഇവരുടെ എല്ലാം ക്യാപ്റ്റൻ, തലവനായിട്ടുള്ള വില്ലൻ, ഗാങ്സ്റ്റർ. ഇക്കോ എന്നാണ് പുള്ളിയുടെ പേര്. അയാൾ ഹീറോയോട് പറയും, നീ ഇന്ന് വരെ കണ്ടിട്ടുള്ള ജയിലല്ല ഇത്, ഇവിടെ കഴിയണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. നമ്മളെല്ലാവരും തടവുകാരല്ലേ, പരസ്പരം അനുസരിച്ച് പോയില്ലെങ്കിൽ നിനക്ക് കയ്യും കാലും ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നീയാണടാ പുണ്യാളനോ എന്നോട് പ്രസംഗിക്കാൻ, എന്നെ നേർവഴിക്ക് നടത്താൻ ഒരുത്തന്റെ ആവശ്യം എനിക്കില്ല. ഇത് കേട്ടുടനെ വില്ലൻ ബാക്കിയുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. ബാക്കിയുള്ള തടവുകാര് ഹീറോയെ പൊക്കിയെടുത്ത് ഒരു കട്ടിംഗ് മെഷീനിൽ അവന്റെ കൈ വെക്കും. എന്നിട്ട് പറയും, നീ വർക്ക് ചെയ്യുമ്പോൾ നിന്റെ കൈ മുറിഞ്ഞതായിട്ട് ഇവിടെയുള്ള ഒരു റിപ്പോർട്ട് എഴുതിക്കോളും, നിന്റെ അഹങ്കാരം തീർത്തരാന്ന് പറഞ്ഞ് കറക്റ്റ് കട്ടിയാ നേരം എന്നെ ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേട്ടോളാം, ഇനി അടങ്ങി ഒതുങ്ങിയിരുന്നോളാന്ന് പറയും. സോ വില്ലൻ അവന് വിടാൻ പറയുന്നു. തടവുകാർ ഹീറോയെ വെറുതെ വിടും. പോലീസുകാർ ഹീറോയെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു 6-2 മുറിയിലിട്ട് പൂട്ടി വയ്ക്കുക. ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നവരെ ആ ചെറിയ സെല്ലിലായിട്ട് പൂട്ടി വയ്ക്കുക. അങ്ങനെ പൂട്ടി വെച്ച് കഴിയുമ്പോൾ ഹീറോ അവിടുത്തെ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, എന്നെ പിടിച്ചോണ്ട് പോയി കൊല്ലാൻ നോക്കിയത് ആരാണെന്ന്. അപ്പോൾ ആ പോലീസുകാരൻ പറയും, അയാൾ വലിയ ഗാങ്സ്റ്റർ ആയിരുന്നു, ഇപ്പം ജയിലിനകത്താ. പക്ഷെ ജയിലിനകത്ത് വെച്ചിട്ട് തന്നെ ഒരുപാട് ഡീലിങ്സ് അയാൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാർഡനുമായിട്ട് അയാൾക്ക് നല്ല ബന്ധം. ഇയാളോട് ചോദിക്കാതെ പുള്ളിക്കാരനൊന്നും ചെയ്യില്ല, പുള്ളിയോട് ചോദിക്കാതെ അയാളൊന്നും ചെയ്യില്ല. ഈ മൊത്തം ജയിലും അയാളുടെ കൺട്രോളിലാണ്. പണ്ട് വൈറ്റ് ടൈഗർ ഗ്യാങ് എന്ന് പറഞ്ഞൊരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു. അതിലെ ലീഡറുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഇയാൾ തിന്നതാ. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് തന്നെ അയാളെ പേടിയാ. അയാളും അയാളുടെ ആൾക്കാരും താമസിക്കുന്നത് ഹൗസ് 8-ലാണ്. ആ ഭാഗത്തേക്ക് ഒരു പോലീസുകാരും പോവില്ല. നീയും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയാ പിന്നെ ഇവിടെ ജീവനോടെ നിനക്ക് ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് പോലീസുകാരൻ ഹീറോയ്ക്ക്. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഗാങ്സ്റ്റർ ഒരു തലതൊട്ടപ്പനാ. അയാൾക്ക് തനിച്ച് പ്രാർത്ഥിക്കാനും ഉറങ്ങാനും കഴിക്കാനും ഒക്കെ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പാബ്ലോ എസ്കോബാറിനെ പോലെയാണ് പുള്ളി ജയിലിനകത്ത്. ജയിലിലുള്ള പോലീസുകാർക്ക് വരെ ഇയാൾ പണം കൊടുക്കുന്നുണ്ട്. ഒരു പോലീസുകാരന് കെട്ടുനിറച്ച് പണം കൊടുത്തിട്ട് പറയും, കൂടുള്ള തടവുകാരന് അവന്റെ വീടിനടുത്തുള്ള ജയിലിലേക്ക് മാറ്റാം. അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് മോളെ കാണാൻ പറ്റുമല്ലോ. പോലീസുകാരനോ അതിനെന്താ, അതൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഇയാൾക്ക് എങ്ങനെ, ഈ വില്ലൻ എങ്ങനെയാണ് ഇത്രയും പണം വരുന്നതും ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ളതെന്നും നമുക്കറിയില്ല. അതിനി വഴിയെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ വില്ലൻ പോലീസുകാരനോട് ചോദിക്കുകയാണ്, ആ പുതിയ മെനകെട്ട ചെറുക്കനല്ലേ, അവൻ ആരാണ്, എന്താണ് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന്. പോലീസുകാരൻ പറയും, ആ ചെറുക്കൻ പോലീസിലായിരുന്നു, ഒരുപാട് കേസുകളിൽ പ്രതിയാ, കുറേ അധികം കൈക്കൂലികൾ വാങ്ങിയിട്ടുണ്ട്, പല കേസുകളും അടിച്ചൊതുക്കി തീർക്കാനും ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിറച്ച് ശത്രുക്കളുണ്ട് അവന്. അവനെതിരായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരെ എൻകൗണ്ടർ എന്ന പേരിൽ അവൻ കൊന്നിട്ടുമുണ്ട്. ഒരു തലവേദനയായിരുന്നു അവൻ പോലീസുകാർക്ക്. ഇത് കേൾക്കുമ്പോൾ ഗാങ്സ്റ്റർ പറയും, അങ്ങനെയാണെങ്കിൽ ചെക്കൻ നമുക്ക് ഉപയോഗമുള്ളവനാണ്, അവന്റെ ജോലികൾ അവൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് വില്ലൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഹീറോയെ ജയിലിലെ പ്രധാന ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാണ് പോലീസുകാർ. തടവുകാർക്കൊന്ന് കസർത്തെടുക്കാനും നടക്കാനും വെയിൽ കൊള്ളാനൊക്കെയുള്ളൊരു സമയം. അങ്ങനെ ഹീറോയെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പണ്ട് ഹീറോ പിടിച്ചെടുത്തൊരു ചെറിയ കള്ളൻ അവിടെ ഉണ്ടാവും, ഒരു കന്നടക്കാരൻ. ആൾ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ഹീറോയെ ഇഷ്ടമാണ്. എന്തായാലും സാർ ഈ ജയിലിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കൂട്ടിന് ആളില്ലാതിരിക്കുമായിരുന്നു, ഒരു പരിചയക്കാരനെ കിട്ടിയല്ലോ, നിന്റെ കൂടെയൊക്കെ കിടക്കേണ്ടി വന്നോളാ എനിക്ക് എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചോണ്ട് നടന്നു പോകുമ്പോഴാണ് ഹീറോ നേരത്തെ കാതി കടിച്ച ആ ചെറിയ റൗഡി വരുന്നു. കാതിലാ കടിക്കുന്ന കള്ളൻ. ഈ ചെറിയ റൗഡി വഴക്കുണ്ടാക്കി, നിന്റെ മൂക്ക് ഞാൻ തിന്നോടാന്ന് പറയുമ്പോൾ ഹീറോ അടുത്തുണ്ടായിരുന്ന പോലീസുകാരൻ്റെ ഇന്ന് വടിയെടുത്ത് ഇവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ബഡാമാസ് ഗാങ്സ്റ്റർ അങ്ങോട്ട് വരുന്നത്. ഗാങ്സ്റ്റർ വരുമ്പോൾ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയാണ്. ഈ അടിയും വെക്കാണോ കണ്ടിട്ട് ഗാങ്സ്റ്റർ ആ ചെറിയ വില്ലനോട് ചോദിക്കും, നീ ഒരു ലോക്കൽ റൗഡി തലവനല്ലേ, എന്നിട്ട് സ്കൂൾ പിള്ളേരെ പോലെ റാഗിങ് ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് നാണാവുന്നില്ലേ? അതിനാ ചെറിയ വില്ലൻ പറയും, നിങ്ങൾ ഇതിൽ ഇടപെടരുത്, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്, എന്റെ പിള്ളേർ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ പ്രധാന വില്ലൻ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഇങ്ങനെ അടിക്കടി വഴക്കുണ്ടാക്കാതെ ഒരു ഫൈറ്റ് വെച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാം. അടിയിൽ ജയിക്കുന്നതാരോ മറ്റേ ആള് അയാൾ അടങ്ങിപ്പോവാം. ഇതാണ് ചെയ്യേണ്ടത്. കേട്ടുടനെ ഹീറോ പറയും, ഞാൻ അടിക്ക് തയ്യാറാ, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ വേണം, ഒപ്പം എന്നെ ഹൗസ് 8-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം.
അതായത് മെയിൻ വില്ലന്റെ കോട്ടയിലേക്ക്. സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാന്ന് പറയുമ്പോൾ ആ ചെറിയ വില്ലൻ ഞാൻ ജയിച്ചാൽ എന്നെ വേറെ ജയിലിലേക്ക് മാറ്റണം, അതിന് സമ്മതമാണെങ്കിൽ ഞാനും തയ്യാർ. ഗാങ്സ്റ്റർ പോലീസുകാരനെ നോക്കുന്നു. ഇവർ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ മനസ്സിലായല്ലോ, അപ്പൊ ജയിക്കുന്നവർക്ക് അത് നടത്തി കൊടുത്തോളൂ എന്ന് അയാൾ പോലീസുകാരനോട് പറയും. പിന്നെ അങ്ങ് ഫൈറ്റ് സ്റ്റാർട്ട് ആവാണ്. പൊരിഞ്ഞാട്ടി. ആദ്യമൊക്കെ ഹീറോ ഒരുപാട് തല്ല് മേടിക്കുന്നുണ്ട്. എന്നാൽ അവസാനം ആ ചെവി മുറിഞ്ഞവനെ കുനിച്ചേർത്തി കുത്തിയിട്ട് അവന്റെ താടിയല് ചവിട്ടി പൊട്ടിച്ചാളെ. പാവം ചെറുക്കന്റെ ബോധം പോയി. ആൾക്കാരെ പൊക്കിയെടുത്തോണ്ടാണ് പോവുക. അങ്ങനെ ഹീറോ ആ ഫൈറ്റിൽ ജയിച്ചു. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട്, ആർക്കും കൊടുക്കാതെ. അതെല്ലാം ബക്കറ്റിൽ വാങ്ങിച്ചിട്ട് ഹീറോ തിന്ന. ഈ ഇടി കിട്ടിയവന് കുറച്ച് വേണമെന്ന് ചോദിക്കും. പാവന്റെ മോന്തയൊക്കെ വീർത്തിട്ടുണ്ട്. എനിക്ക് എരിവുള്ള ചിക്കൻ മതിയുടെ തെണ്ടിന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങുക. അത് കഴിയുമ്പോൾ പോലീസുകാർ വന്ന് ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഹീറോ ഹൗസ് 8 പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ ജയിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഹൗസ് 8 കൊണ്ടുപോവാണ് ഹീറോനെ. അവിടെ പുതിയ തടവുകാരുടെ മുറിയിലേക്ക്. ഈ തടവുകാർ ആരാന്ന് മനസ്സിലായോ? നമ്മൾ ആദ്യം കണ്ട ക്രൈം ചെയ്ത ആൾക്കാരില്ലേ, ഒരു ബിസിനസ്സുകാരനെ കൊന്ന ആൾക്കാർ, അവരാണിത്. ഹീറോ ധൈര്യമായിട്ട് അവരുടെ മുറി ചെന്ന് കിടക്കാണ്. അവന് കൂസലില്ല. ഈ സമയം നമ്മുടെ പ്രധാന വില്ലൻ ഡോക്ടർ കിം എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു ഡീലിംഗ് ആണത്. നിങ്ങൾ കാര്യങ്ങൾ വാർഡനോട് പറഞ്ഞോളൂ, ഞാൻ എല്ലാം ശരിയാക്കാന്ന് പറയുന്നുണ്ട്. വാർഡൻ ചെന്ന്, അതായത് ഈ ജയിൽ വാർഡൻ ചെന്ന് ഡോക്ടർ കിമ്മിനെ കാണുന്നു പുറത്തു വെച്ചിട്ട്. അയാളെ കയ്യിൽ നിന്ന് ചില ഡോക്യുമെന്റ്സ് ഈ വാർഡൻ കൈപ്പറ്റുന്നുണ്ട്. പുതിയ ഏതോ ക്രൈമിനുള്ള ഡോക്യുമെന്റ്സ് ആണത്. അതായത് ഈ ഡോക്ടർ കിം പുറത്തുനിന്ന് കൊട്ടേഷൻ പിടിക്കും. ആ കൊട്ടേഷൻ നമ്മുടെ വാർഡനെ ഏൽപ്പിക്കുന്നു. വാർഡൻ അത് ജയിലിനകത്തുള്ള നമ്മുടെ പ്രധാന വില്ലനെ ഏൽപ്പിക്കുന്നു. വില്ലൻ ജയിലിലുള്ള തടവുകാരെ വെച്ച് ആ കൊട്ടേഷൻ പണി തീർക്കും. ഈ കൊട്ടേഷന്റെ സമയത്ത് വാർഡൻ ആ തടവുകാരെല്ലാം തുറന്നു വിടുന്നു. എന്നിട്ട് അയാൾ ഒരു പങ്ക് പറ്റുന്നുണ്ട്. ഇതാണ് ഈ ജയിലിൽ നടക്കുന്നത്. ഹീറോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പം അവിടെ ജോലി ചെയ്യുന്ന തടവുകാരോട് നിങ്ങൾ എന്ത് കേസിനാ വന്നതെന്ന് ചോദിക്കും. ഒരാൾ ശരിക്കും ഒരു ഡോക്ടറാ, ചെയ്ത ഓപ്പറേഷനിൽ എന്തോ പിഴവ് പറ്റിയിട്ട് ഇപ്പൊ ജയിലില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാണാവോ? വേറൊരാളൊരു വക്കീല്, മറ്റൊരാളൊരു എഞ്ചിനീയർ, ഇവരെ ജോലിയിൽ ഓരോരോ മിസ്റ്റേക്ക് പറ്റിയിട്ട് പലരും ജയിലിൽ വന്നാ. അപ്പോഴായിരിക്കും പ്രധാന വില്ലൻ വരുന്നത്. പുള്ളിക്കാരൻ വന്ന ഉടനെ ഇവർ ടേബിളൊക്കെ ക്ലീനാക്കി നല്ല സദ്യ വിളമ്പുന്നുണ്ട്, ഒപ്പം മദ്യവും കൊടുക്കുന്നുണ്ട്. പ്രത്യേക കെയറിങ്ങാ. ഈ പ്രധാന വില്ലന്റെ വലം കൈയാണ് ഒരു ക്രാബ് മുടിയൻ. അയാൾ വന്ന് വില്ലനെ വിളിക്കുന്നു, വാർഡന് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വില്ലൻ ചെന്ന് വാർഡനെ കാണുന്നു. ഇവര് സംസാരിക്കുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കും. പുതിയൊരു ക്രൈമിന് ഗാങ്സ്റ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേഗത്തിൽ തുടർച്ചയായി പണി ചെയ്യരുത്, അതെനിക്ക് ബുദ്ധിമുട്ടാകും എന്ന് വാർഡൻ പറയും. അപ്പൊ ഗാങ്സ്റ്റർ, നിങ്ങൾ എല്ലാ പോലീസുകാർക്കും തീറ്റ കൊടുക്കണമെങ്കിൽ തുടർച്ചയായി എനിക്ക് ക്രൈം ചെയ്തേ പറ്റുള്ളൂ, നീ ഞാൻ പറയുന്ന അനുസരിക്ക് എന്ന് ഗാങ്സ്റ്റർ തിരിച്ചു പറയുന്നു. അപ്പൊ വാർഡൻ, പോലീസിലെ പുതിയ ഹെഡ്, അയാൾ ഇത്തിരി കുഴപ്പക്കാരനാ, എന്തെങ്കിലും ലീക്കായാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നുണ്ട്. വില്ലൻ പറയും, താനത് കാര്യാക്കണ്ട, അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ സ്ഥാനത്തേക്ക് ഞാൻ നിന്നെ ഇരുത്തിക്കോളാം, പ്രശ്നം തീർന്നില്ലേ, ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ കിം കൊടുത്തുവിട്ടിരിക്കുന്ന ഏതോ ഒരു പുതിയ ക്രൈമിന്റെ പ്ലാൻ എടുത്തിട്ട് ഇവർ നോക്കുക. ആ ക്രൈമിൽ ഇവർ ചെയ്യേണ്ടത്, പോലീസുകാർ കുറേയധികം മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. അതെവിടെയാണ് വെച്ചിരിക്കണതെന്ന് ഡോക്ടർ കിമ്മിനറിയാം. പോലീസുകാരെ അറ്റാക്ക് ചെയ്ത് ആ ഡ്രഗ്സ് കൈപ്പറ്റുക, അതാണ് ഇവർ പുതിയതായിട്ട് ചെയ്യേണ്ട ക്രൈം. ഈ ക്രൈം ചെയ്യാൻ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്ത് ബോംബ് വെച്ച് പൊട്ടിച്ച് അകത്തേക്ക് കയറണം. ഈ ബോംബ് സെറ്റ് ചെയ്യാനുള്ള കൊള്ളക്കാരൊന്നും ഈ ജയിലിനകത്തില്ല. സോ വേറെ ജയിലിൽ നിന്ന് 2 പേരെ, ബോംബ് വെക്കാൻ അറിയുന്ന 2 പേരെ പോലീസുകാർ ഈ ജയിലിലേക്ക് ഇറക്കി കൊടുക്കും. എന്നിട്ട് രാത്രി ഇവരെല്ലാവരും കൂടെ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്ത് ആ മയക്കുമരുന്ന് എടുക്കാൻ പോവാ. അങ്ങനെ സ്പോട്ടിൽ ചെന്ന് ബോംബ് വെച്ച് ആ ബിൽഡിംഗ് തകർത്ത് അവിടുത്തെ 2 പോലീസുകാരെയും കൊന്നിട്ട് ഇവരവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രഗ്സും എടുത്ത് അവിടുന്ന് കടന്നു കളയും. മിഷൻ സക്സസ് ആയി. എന്നാൽ ഇവരെ കൂടെ പോയിരുന്ന, അതായത് ഈ ക്രൈം ചെയ്യാൻ കൂടെ പോയിരുന്ന ഒരു ക്രിമിനലുണ്ട്. അവന്റെ ആക്ടിവിറ്റീസ് അത്ര രസമല്ല, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. ഈ തടവുകാരെ എല്ലാം ഫോളോ ചെയ്ത് വില്ലന്റെ മറ്റൊരു വ്യക്തി പുറത്തന്നെ കാത്തിരിപ്പുണ്ടാവും, ഇവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അയാൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തടവുകാർ ഡ്രഗ്സുമായിട്ട് പോകുന്ന വഴി സിഗ്നലിൽ വെച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഈ ഡ്രഗ്സുമായിട്ട് കടന്നു കളയാൻ ശ്രമിക്കും. ഇവരെല്ലാം പറ്റിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ കൂടുള്ളവർ ആ ഡ്രഗ്സ് പിടിച്ചു വാങ്ങി അവൻ അറ്റാക്ക് ചെയ്ത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡ്രൈവർ ജീവനും കൊണ്ടോടും. കാരണം താൻ ഈ മിസ്റ്റേക്ക് ചെയ്തു എന്ന് വില്ലൻ അറിഞ്ഞാൽ അവന് ജീവനോടെ വെക്കത്തില്ല. അതുകൊണ്ട് അവൻ കിട്ടിയ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുക. ഇപ്പൊ വില്ലൻ ആ വിവരം അറിഞ്ഞു. അയാൾ പറഞ്ഞു വിട്ട ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞു. ഈ നേരത്ത് നമ്മുടെ പോലീസുകാരൻ അയാൾ ചെയ്യുന്ന ക്രൈമിന്റെ എല്ലാ ഡീറ്റെയിൽസും ചെറിയ ടേപ്പ് റെക്കോർഡിലാക്കിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ഈ ഗാങ്സ്റ്ററെയും ഡോക്ടർ കിമ്മിനെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഡാറ്റാസ് എല്ലാം സൂക്ഷിക്കുന്നത്. അതേപോലെ താൻ രക്ഷപ്പെടാനും വേണ്ടിയിട്ട്. അപ്പോഴാണ് അസിസ്റ്റന്റ് പോലീസുകാരൻ ജയിലിൽ നിന്ന് പോയ ഒരു കുറ്റവാളി മാത്രം രക്ഷപ്പെട്ടോടിയ കാര്യം വാർഡനോട് പറയുന്നത്. വാർഡൻ അയാൾക്കൊരു പൊട്ടീര് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കുകയും വേറെ ഏതെങ്കിലും പോലീസുകാരുടെ കയ്യിൽ അവൻ പെട്ടാൽ
നമ്മൾ തീർന്നു. വിഷയം പുറത്തു പോകും, വലിയ കുഴപ്പമാവും. അസിസ്റ്റന്റ് പോലീസുകാരൻ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്. ആ നേരത്തായിരിക്കും കോള് വരുന്നത്. ഇവരെ ഹെഡ് പോലീസുകാരൻ ഇൻസ്പെക്ഷന് വേണ്ടി ജയിലിലേക്ക് വരുന്നുണ്ടത്രേ. ഇവരാകെ പേടിച്ച് വിറയ്ക്കുക. എന്തെങ്കിലും ലീക്ക് ആയാൽ പണി കിട്ടി. ഹെഡ് പോലീസുകാരനൊന്നും അറിയില്ല. കുറച്ച് മൂത്ത വയസ്സായ ഒരു DIG ആണ് പുള്ളി. കോള് വന്ന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും DIG ഇവരെ ജയിലിലുണ്ടാവും. ഇവർക്ക് ആ കാര്യം ഗാങ്സ്റ്ററെ ഇൻഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹെഡ് പോലീസ് ജയിൽ മുഴുവൻ നടന്ന് പരിശോധിക്കുക. അപ്പോഴാണ് ജയിലിൽ പുതിയതായിട്ട് പണിത ഒരു ഗാർഡൻ കാണുന്നത്. നല്ല രസമുണ്ടല്ലോ ഗാർഡൻ, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹെഡ് ആ ഗാർഡനിലേക്ക് വരാം. ഈ ഗാർഡനാണ് നമ്മുടെ ഗാങ്സ്റ്ററുടെ പ്രധാന താവളം. അതിനകത്ത് ഹെഡ് കയറിയാൽ കുഴപ്പമായിരിക്കും. ഈ സമയം ഹീറോ ആണെങ്കിൽ വില്ലന്മാരെ പാത്രമൊക്കെ വൃത്തിയാക്കി അവന്മാർക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുക. വില്ലന്റെ വലം കൈ ക്രാപ്പ് തലേനും ഗ്യാങ് ഓർഡർ ഉണ്ട്. ഒപ്പം വില്ലനും അകത്തിരിപ്പുണ്ടാവും. ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹെഡ് ഗാർഡനിലേക്ക് കയറി വരുന്നു. ബാക്കി എല്ലാവരും ഡീസന്റായി തടവുകാരെ പോലെ പെരുമാറുമ്പോൾ നമ്മുടെ ഗാങ്സ്റ്റർ മാത്രം ഇത്തിരി വിറപ്പിച്ച് നിൽപ്പുണ്ടാവും. ഹെഡ് ചെന്ന് അയാളെ കണ്ടിട്ട്, നിന്നെ ഞാൻ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുള്ള പോലെ. പോലീസുകാരെ കണ്ടാൽ തല വണങ്ങി നിൽക്കണം എന്നറിയില്ലേ? തല വണങ്ങി നിൽക്കടാന്ന് പറയുമ്പോൾ വില്ലൻ പറയും, ഇത്രയും വണങ്ങിയത് മതി, നിങ്ങൾ പൊക്കോളൂ, ഞങ്ങളെ ശല്യം ചെയ്യണ്ട. ഇത് കേൾക്കുമ്പോൾ ഹെഡിന് ഈഗോ അടിക്കും. ഒരു തടവുകാരനായിട്ട് നിനക്ക് ഇത്ര അഹങ്കാരോ? നിനക്ക് ആരാടെ ഇത്ര ഫ്രീഡം തന്ന്? മുട്ടൂത്തിരിക്കടാ, ഞാൻ കാണട്ടെ, എന്നെ എതിർത്ത് സംസാരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഹെഡ് പോലീസുകാരന്റെ വടി വാങ്ങിച്ച് ഈ ഗാങ്സ്റ്ററെ നെഞ്ചി കുത്തിയിട്ട് മുട്ടുകുത്തടാന്ന് പറഞ്ഞ് മിരട്ടുക. അപ്പൊ ഗാങ്സ്റ്റർ ആണെങ്കിൽ അടുത്തുള്ള കട്ടറെടുത്ത് ഇയാളെ കുത്തി കൊന്നാലോ എന്നുള്ള മൈൻഡിൽ നിൽക്കുകയായിരിക്കും. ഏകദേശം സീൻ മൂക്കാനാകുമ്പോൾ ഹീറോ ഇടയിൽ കയറി ഇടപെട്ടിട്ട്, എന്താണോ നിങ്ങൾ തടവുകാരെ പീഡിപ്പിക്കുകയാണോ? ഇവിടെ തടവുകാർക്കും റൈറ്റ്സ് ഒന്നുമില്ലേ? ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെ ടോർച്ചർ ചെയ്യാന്ന് വിചാരിച്ചോ? അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടും. ഉടനെ പോലീസുകാർ ചാടി ഹീറോയെ പിടിച്ച് അടക്കി സെല്ലിലേക്ക് പൂട്ടിയിടാൻ കൊണ്ടുപോവാം. അങ്ങനെ മറ്റൊരു സീൻ അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് ഹെഡ് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ, ഈ ഗാങ്സ്റ്ററായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ തിരിച്ചോ. ഹെഡുമായിട്ട് വഴക്കിട്ടതുകൊണ്ട് പോലീസുകാർ ഹീറോനെ പൊതിരെ തല്ലിയിട്ട് വീണ്ടും 6-2 മുറി കൊണ്ടുവന്നിടുക, പൂട്ടിയിടുക. ഹീറോ പറയും, കഥ അടച്ചിട്ട് പോയിക്ക്, ഒരുപാട് പ്രസംഗിക്കണ്ട, എനിക്ക് തണുക്കണമെന്ന്. കുറെ സമയം കഴിയുമ്പോൾ നമ്മുടെ പ്രധാന വില്ലൻ വന്ന് ഹീറോയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഹീറോയെ കൊണ്ടുപോയിട്ട്, നിനക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞോ, എവിടുന്നാണെങ്കിലും നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറയും. കാരണം ഗാങ്സ്റ്റർ സഹായിച്ചല്ലേ. ഹീറോ സഷിമി വേണമെന്ന് പറയുന്നു. ഫ്രഷ് ആയിട്ട് സഷിമി വേണം, കട്ട് ചെയ്ത് ഉടനെ വേണം. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾ വലിയ ഗാങ്സ്റ്റർ അല്ലേ, എന്നോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റില്ലെങ്കിൽ വിട്ടേക്ക്, പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ ഗാങ്സ്റ്റർ പോലീസുകാരെ വിളിച്ച് ഒരു കാറ് കൊണ്ടുവരിച്ചിട്ട് ആ കാറിനകത്ത് ഇവരെല്ലാം കയറി ജയിൽ വിട്ട് പുറത്തേക്ക് പോവാം. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഈ വില്ലൻ തന്നെ സഷിമി ഉണ്ടാക്കി ഹീറോയ്ക്ക് കഴിക്കാൻ കൊടുക്കും. അപ്പൊ ഹീറോ ആണെങ്കിൽ, ഞാൻ ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ജയിൽ അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. വില്ലൻ ചോദിക്കും, നീ എന്തിനാണ് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതെന്ന്. അപ്പൊ ഹീറോ പറയും, നിങ്ങൾ ആ സീനിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ജയിൽ നിങ്ങളെ കൺട്രോളിലാണ്. അവിടുത്തെ സീൻ വഷളായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടാതെ പോയാലോ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഇപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് തീർന്നു. ഞാനിതാ സഷിമി കഴിച്ച് സന്തോഷവദനായിട്ടിരിക്കുന്നു. ഹീറോ വില്ലനോട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ജയിലിനകത്തും ഇത്ര ഫ്രീഡത്തോടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്നു? അതിന്റെ രഹസ്യം എന്താ? വില്ലൻ പറയും, നീ അത് പോകെ പോകെ മനസ്സിലാക്കിക്കോളും. ആ സ്ഥാനത്തേക്ക് നീ ഇനി എത്തിയിട്ടില്ല. ഇപ്പം എനിക്കൊരു സഹായം വേണം. സ്പോട്ടിൽ 10 ലക്ഷം രൂപ ഞാൻ തരും. നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരുത്തനെ കണ്ടുപിടിച്ച് തരാം. അത് നീ ചെയ്തു തരാണെങ്കിൽ 10 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് ഞാൻ തരും. സമ്മതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ സമ്മതാണ്, പിന്നെന്താ, എവിടെയാണെങ്കിലും ഞാൻ പിടിച്ചുതരാം. ഹീറോയും വില്ലനും വേറെ 2 ആൾക്കാരും കൂടെ ചേർന്ന് ആ രക്ഷപ്പെട്ടു പോയ തടവുകാരനെ അന്വേഷിച്ചു പോവാം. അപ്പൊ ഹീറോ പറയും, തടവ് പുള്ളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരാദ്യം കാണാൻ പോകുന്നത് അവരാരാണോ കേസിൽ കുടുക്കിയത് അയാളെ ആയിരിക്കും. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു ഹെവി ഷാർപ്പ് പോലീസുകാരനായിരുന്നു ഹീറോ. കറക്റ്റ് പോയിന്റ് ബ്ലാങ്ക് ഷൂട്ടൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയുടെ അനിയൻ, പുള്ളിക്കാരനൊരു റിപ്പോർട്ടറാണ്. പുള്ളിക്കാരൻ പുതിയ ഏതൊരു കേസ് കണ്ടുപിടിച്ചു. ആ കേസ് തുടർന്ന് അന്വേഷിക്കണമെങ്കിൽ ഒരു പോലീസുകാരന്റെ സഹായം വേണം. പോലീസ് അത് അന്വേഷിക്കണം. ഈ കേസിൽ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഹീറോയോട് വന്ന് ചോദിക്കുക, ഹീറോയുടെ അനിയൻ. എന്നാൽ ഹീറോ പറയും, ഇമാതിരി കേസൊന്നും എടുത്ത് തലേ വെക്കണ്ട, നീ ഒരു റിപ്പോർട്ടറല്ലേ, നിനക്ക് പറ്റിയ പണി മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ പോലീസുകാർക്ക് വേറെയും ഒരുപാട് ജോലികളുണ്ട്, ഇതെനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല, ഞാൻ വേറെ മിഷനിലാന്ന് പറഞ്ഞ് ആ കേസ് ഫയൽ തിരിച്ചു കൊടുത്തിട്ട് ഹീറോ അമ്മയെ അന്വേഷിച്ചായിട്ട് പറയും, ഞാൻ ലീവിന് വരാമെന്ന് പറഞ്ഞ് പോകും. ഈ ഒരു സീൻ മാത്രമാണ് ഹീറോ ഇപ്പം ആലോചിക്കുന്നത്. അപ്പോഴേക്കും അവർ സ്പോട്ടിലെത്തി വില്ലന്മാരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഈ രക്ഷപ്പെട്ട തടവുകാരനെ ഒരു ഗുണ്ടുപയ്യൻ കൂടെ നിന്ന് ചതിച്ചായിരുന്നു. അവൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, ഈ തടവുകാരൻ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ഹീറോ ആ
ഗുണ്ടുപയ്യനെ ഇടിച്ചിട്ടിട്ട് തടവുകാരൻ ഇപ്പൊ എവിടെയാണ് ഉണ്ടാവുക, എവിടേക്കാണ് രക്ഷപ്പെട്ടു പോയെന്ന് ചോദിക്കും. ഗുണ്ടുപയ്യൻ പറയും, അവൻ വന്നിരുന്നു, നിങ്ങൾ ഇടിച്ചതുപോലെ തന്നെ 2 ഇടി എനിക്ക് തന്നിട്ടാണ് പോയത്. അവനൊരു കാമുകിയുണ്ട് ഇവിടെ അടുത്തുള്ള പോർട്ടിൽ, അവിടെ തന്നെയാണ് ചില സ്മഗ്ലിംഗ് നടക്കുന്നത്. ആ പോർട്ടിൽ അവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് നോക്കാൻ പറയും. അപ്പൊ ഹീറോ നമ്മുടെ ഗ്യാങ്സ്റ്റർമാരെ എല്ലാം വിളിച്ചിട്ട് ആ പോർട്ടിലേക്ക് വരുന്നു. ഇവര് കാത്തിരിക്കുമ്പോൾ രാത്രി 4-5 പേരായിട്ട് ആ തടവുകാരൻ വരുന്നുണ്ടാവും. നമ്മുടെ പ്രധാന വില്ലൻ കൂടുള്ള ഒരാളെ വിട്ട് ഈ രക്ഷപ്പെട്ട തടവുകാരനെ പിടിക്കാൻ പറയുന്നു. അവൻ 4-5 പേരെ അടിച്ചിടുമെങ്കിലും ഈ തടവുകാരന്റെ കത്തിക്കുത്തേറ്റ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ വീഴാണ്. അപ്പോഴാണ് ഹീറോ കളത്തിയിറങ്ങുന്നത്. ഹീറോ അവനെ കുട്ടിക്കാരണം മറിഞ്ഞ് അടിച്ച് പൊതിച്ചിട്ടിട്ട് $10 ലക്ഷം റെഡി ആയിട്ട് എടുത്ത് വെച്ചോളാൻ പറയും വില്ലനോട്. വില്ലൻ എപ്പോഴും മ്ലാനതയാ, ചിരിക്കൂല കരയൂല, ഒരു വികാരം ഇല്ലാത്ത മോന്ത. പക്ഷെ ഒരു പവർ ഫീൽ ചെയ്യും പുള്ളിയുടെ മുഖത്ത്. എന്താടാ? ഇവരാ തടവുകാരനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്നു. വില്ലൻ ചോദിക്കും, നീ എന്തിനാടാ എന്നോട് ഇത് ചെയ്തതെന്ന്. അപ്പൊ തടവുകാരൻ പറയും, എനിക്ക് ഈ ക്രൈം ചെയ്ത് മടുത്തു, ഞാനത് നിർത്താൻ വേണ്ടിയും പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ് ആ ഡ്രഗ്സുമായിട്ട് രക്ഷപ്പെടാൻ നോക്കിയത്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, എന്നെ വെറുതെ വിടണം, എന്നെ കൊന്നുകളയരുത്, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയും. അപ്പൊ വില്ലൻ ഒന്നും മിണ്ടാതെ ടേബിളിന് മണ്ടയിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി കൈ കാണിക്കും. ഇവൻ ടേബിളിൽ കയറുമ്പോൾ അവിടെ ഒരു തൂക്കുകയറുണ്ട്. അത് സ്വന്തം തലയിലിട്ട് ആത്മഹത്യ ചെയ്യുക. അതാണ് വില്ലൻ ഇവന് കൊടുക്കുന്ന കൽപ്പനയും വിധിയും. എതിർത്താ തലയടിച്ച് കൊന്നുകളയും. തലയെ കുരുക്കിട്ടുടനെ ടേബിൾ ചവിട്ടി മറിച്ച് വില്ലൻ അയാളെ കൊന്നുകളയുക. ഹീറോ ആകെ പേടിച്ചു വിറച്ചു. അവൻ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഒരാളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അയാളെ വില്ലൻ കൊന്നുകളയൊന്നും ഹീറോ വിചാരിച്ചില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ 10 ലക്ഷം രൂപ അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഹീറോ വില്ലന്റെ ഗ്യാങ്ങിലെ ഒരാളാ, രായപ്പന്റെ ഗ്യാങ്ങാണ്. രായപ്പന്റെ ഗ്യാങ് വരുന്ന കണ്ടാൽ ജയിലിലെ എല്ലാവരും വിറവറയ്ക്കും, പട്ടപൊട്ടയ്ക്കും, ഞെരിഞ്ഞിരിക്കും. പിന്നീട് ഹീറോ എല്ലായ്പ്പോഴും നമ്മുടെ വില്ലന്റെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യത്തിലും. എന്നാൽ ആരും അറിയാതെ ഹീറോ നമ്മുടെ വാർഡനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അയാളുടെ മുറിയെ ലക്ഷ്യം വെച്ച് ചില തപ്പലും കിപ്പലൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ വില്ലന് ഹീറോയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നേരത്തുണ്ടായിരുന്ന ക്രാപ്പ് തലയൻ വലം കൈക്ക് ഹീറോയെ ഇഷ്ടമല്ല. അപ്പൊ വില്ലൻ ഇവരെല്ലാം മദ്യം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ 2 പേരും ഒരേ പ്രായക്കാരാണല്ലോ, 2 പേരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ആൾക്കാർ പേടിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഹീറോ, ഞാൻ പണ്ട് പോലീസായിരുന്ന സമയത്ത് ഇവന്റെ ഗ്യാങ്ങിനെയൊക്കെ അടിച്ച് പിടിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ കൈ കിട്ടാതെ പോയതാ, കിട്ടിയിരുന്നെങ്കിൽ ആ കാലഘട്ടത്തെ ഞങ്ങൾ പരിചയപ്പെട്ടേനെ എന്ന് പറയുമ്പോൾ ക്രാപ്പിന് ദേഷ്യം വരും. നീ എന്താടാ എന്നെ ഇളക്കുക, തേരുണ്ടെങ്കിൽ എന്നെ പിടിച്ചോകടാ, എന്നെ അടിച്ചോകടാ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടിരുന്നേക്കും. എന്നാൽ വില്ലൻ അത് ഇഷ്ടപ്പെടില്ല. തന്റെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാരെ വില്ലൻ ഇഷ്ടമല്ല. അയാൾ ഉരുളിയെടുത്ത് ഈ വലം കൈയിന്റെ മണ്ടയ്ക്കൊരെണ്ണം കൊടുത്തിട്ട്, മേലി എന്റെ മുന്നിൽ ആരും ഒച്ചയുയർത്തി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. ഈ മണ്ടയ്ക്ക് അടി കിട്ടിയത് വലം കൈക്ക് വളരെ വിഷമുണ്ടാക്കി. ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി നമ്മുടെ പൊടി വില്ലനില്ലേ, അവൻ വലം കൈയെ കണ്ട്, നീ എല്ലാ കാലത്തും ഗ്യാങ്സ്റ്റർ അടിമയായിട്ട് കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? നിനക്കും ബോസ് ആവണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എന്നെ സഹായിക്കൊന്നും വേണ്ട, സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റു. നീ എന്റെ പ്ലാനിൽ ഇടപെടാതിരിക്കുക, മനസ്സിലായല്ലോ? ഒന്ന് മാറി തന്നാൽ മാത്രം മതി. അതിന് വലം കയ്യൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും അവൻ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാ. അവനും വില്ലനോട് എതിർപ്പാണ്. ഈ നേരത്ത് ഹീറോ നമ്മുടെ വാർഡന്റെ മുറി കയറി ഭയങ്കര പരിശോധന. പ്രധാന സേഫ് തുറക്കുമ്പോൾ അതിനകത്ത് പണമുണ്ട്, ഒരുപാട് കാസറ്റുകളുണ്ട്. അതിൽ ഒരു കാസറ്റ് എടുത്ത് ഹീറോ ഒളിച്ചു വയ്ക്കും. ആ കാസറ്റിൽ ഈ ഡോക്ടർ കിം വാർഡനോട് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡാണ് പതിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് ഒരുപാട് നാളായി നമ്മുടെ പ്ലാനും നമ്മുടെ ആൾക്കാരെയും ഫോളോ ചെയ്തു വരുന്നുണ്ട്, അവൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവനെ തീർത്തു കളയണമെന്നാണ് ഡോക്ടർ കിം വാർഡനോട് പറയുന്നത്. ഇതിന്റെ റെക്കോർഡാണ് ആ ടേപ്പിനകത്തുള്ളത്. നമ്മുടെ വാർഡൻ വില്ലനും ഡോക്ടർ കിമ്മും ഒരുപാട് കളിക്കുകയാണെങ്കിൽ, തനിക്ക് ഭീഷണിയാവുകയാണെങ്കിൽ അവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഹീറോയ്ക്കിപ്പോൾ ഒരു എവിഡൻസ് കൈ കിട്ടിയിട്ടുണ്ട്. അത് അവൻ എടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ വാർഡൻ അയാളുടെ മുറിക്കകത്തേക്ക് വരിക.